തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നതിലുപരി മലയാളത്തിലെ പ്രമുഖ നടൻ കൂടിയാണ് രഞ്ജി പണിക്കർ. മമ്മൂട്ടിക്ക് വേണ്ടി ഏകലവ്യൻ അടക്കമുള്ള സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ താരം മമ്മൂട്ടിയുമായി പിണങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണിപ്പോൾ. ലൊക്കേഷനിൽ വെച്ച് എല്ലായ്പ്പോഴും അദ്ദേഹവുമായി താൻ പിണങ്ങാറുണ്ടെന്ന് ഒരു അഭിമുഖത്തിൽ രഞ്ജി പണിക്കർ വെളിപ്പെടുത്തി. ഇനി മമ്മൂട്ടിയുമായി സിനിമ ചെയ്യില്ലെന്ന വാശിയിലേക്കെത്തിയ സംഭവത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഞാൻ പത്രപ്രവർത്തനമായിരുന്ന കാലത്താണ് മമ്മൂട്ടിയെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ പിന്നീട് എല്ലാ ലൊക്കേഷനുകളിലും വെച്ച് ഞങ്ങൾ തമ്മിൽ പിണങ്ങാറുണ്ട്. പിണങ്ങിയതുപോലെ ഇണങ്ങാറുമുണ്ട്. പിണങ്ങാനും ഇണങ്ങാനുമൊക്കെ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം കലഹിച്ചുകൊണ്ടേയിരിക്കും. അന്ന് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണത്തിന്റെ റിപ്പോർട്ടറായിരുന്നു ഞാൻ. അതിൽ വരുന്ന ഗോസിപ്പുകളുടെയും വിചാരണകളുടെയും ഒക്കെ ഭാരം എൻ്റെ തലയിലിട്ട് അദ്ദേഹം എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഞാനൊരു പത്രപ്രവർത്തകനാണ്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. അവിടെ മറ്റൊരാളുടെ അവഹേളനങ്ങളും അഭിപ്രായങ്ങളും കാര്യമാക്കേണ്ടതില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാനും പ്രതികരിക്കും. അത് ഞങ്ങളെ വഴക്കിലേക്ക് എത്തിക്കും. സിനിമയിലേക്ക് ഞാൻ വരുന്നതിന് മുൻപേ എനിക്ക് അദ്ദേഹവുമായി നല്ല വ്യക്തിബന്ധമുണ്ട്. മമ്മൂട്ടിയുടെ വീട്ടിൽ പോവുകയും അവിടെ അതിഥിയായി താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി കുടുംബസമേതം എവിടെയെങ്കിലും യാത്ര പോയാൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കൊപ്പം ഞാനും ആ വീട്ടിലുണ്ടാവും. അത്രത്തോളം സ്വാതന്ത്ര്യം എനിക്കുമുണ്ടായിരുന്നു. സിനിമയോട് എനിക്കത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഥ എഴുതുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചിരുന്നു. പിന്നീട് പശുപതിയുടെ കഥ എഴുതാൻ പോകുമ്പോൾ ഞാൻ മമ്മൂട്ടിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിരുന്നു. അങ്ങനെയൊരു സഹോദരതുല്യ ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്. ഏകലവ്യന്റെ കഥയാണ് ഞാൻ ആദ്യം മമ്മൂക്കയോട് പറയുന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. ഇതോടെ മമ്മൂക്കയോട് ഞാനൊരു കഥയും പറയില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ അക്ബർ എന്ന് പറഞ്ഞ് ഒരു നിർമ്മാതാവ് എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഒരു സിനിമ ചെയ്താലേ അദ്ദേഹം രക്ഷപ്പെടുകയുള്ളൂ. ഷാജിയുമായി ചേർന്ന് എൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞിരുന്നു. മമ്മൂട്ടി ശരിക്കും ഒരു ജീവകാരുണ്യ പ്രവൃത്തി പോലെയാണ് ആ സിനിമ ചെയ്യാനേറ്റത്. പക്ഷേ ആവശ്യത്തിലധികം അഹങ്കാരം ഉള്ളതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചില്ല. ഇതോടെ അദ്ദേഹം എൻ്റെ അമ്മയെ പോയി കണ്ടു. അമ്മ എന്നെ വിളിച്ച് അവർക്ക് കഥ എഴുതി കൊടുക്കാനും ആ സിനിമ ചെയ്യാനും ആവശ്യപ്പെട്ടു. അവസാനം ഞാൻ സമ്മതിച്ചെങ്കിലും മമ്മൂക്കയോട് കഥ പറയാനൊന്നും വരില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് അത്ര സീരിയസ് ആയിട്ടല്ല മമ്മൂക്ക കണ്ടിരുന്നത്. അങ്ങനെ ആ പിണക്കം അവിടെ കഴിഞ്ഞെന്നും രഞ്ജി പണിക്കർ പറയുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.